നമസ്കാരം. അശ്രദ്ധമായും അമിതവേഗതയിലും വാഹനം ഓടിക്കുന്നവർക്കെതിരെ കനത്ത പിഴ ചുമത്താൻ പോവുകയാണ് UAE. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സാധാരണ ഒരു കാർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പിഴയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് UAE ചുമത്തുന്നത്. അതെ, സൂക്ഷിച്ചില്ലെങ്കിൽ പ്രവാസികളുടെ കീശയിലെ കാശ് പോകും. അതുകൊണ്ട് തന്നെ പ്രവാസികളൊന്ന് കരുതിയിരുന്നോളൂ, ഇല്ലെങ്കിൽ കീശയിലെ കാശ് പോകുന്ന വഴി കാണില്ല. വാഹനം കണ്ടുകെട്ടൽ, സമൻസ് മുതൽ പ്രോസിക്യൂഷൻ വരെ നീളുന്ന കടുത്ത നടപടികളാണ് ഗതാഗത നിയമം ലംഘിക്കുന്നവർക്ക് UAEയിൽ നേരിടേണ്ടി വരിക. ഗതാഗത നിയമ ലംഘനത്തിന് കഴിഞ്ഞ ദിവസം ഷാർജയും പിഴ വർദ്ധിപ്പിച്ചിരുന്നു. അശ്രദ്ധമായി വാഹനം ഓടിക്കുക, നിയന്ത്രിത മേഖലയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ വാഹനം കണ്ടുകെട്ടും. 20,000 ദിർഹം പിഴയൊടുക്കിയാൽ മാത്രമേ വാഹനം തിരികെ കിട്ടുകയുള്ളൂ. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് 30,000 ദിർഹമാണ് ഷാർജയിൽ പിഴയായി നൽകേണ്ടി വരിക. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിന് 50,000 ദിർഹം അബുദാബിയിലും ദുബായിലും പിഴ നൽകേണ്ടി വരും. റാസൽ ഖൈമയിൽ ഇത് 20,000 ദിർഹമാണ് പിഴ. 3 മാസം വരെ വാഹനം പിടിച്ചു വയ്ക്കുകയും ചെയ്യും. പിഴ ഒടുക്കുകയും 3 മാസത്തിനകം വാഹനം തിരിച്ചെടുക്കുകയും ചെയ്തില്ലെങ്കിൽ വാഹനം ലേലത്തിൽ വയ്ക്കും. UAEയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുന്നതിനുള്ള പ്രായം കുറയ്ക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഗതാഗത നിയമങ്ങൾ കർശനമാക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള പ്രായം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ട്രാഫിക് നിയമം കൂടുതൽ കടുപ്പിച്ചാണ് UAE മുന്നോട്ട് പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 18 ആണ്. ഈ വർഷം മാർച്ച് 29 മുതൽ 17 വയസ്സ് തികഞ്ഞവർക്കും UAEയിൽ ലൈസൻസ് നേടാൻ സാധിക്കും. വൈകാതെ തന്നെ ഈ നിയമം പ്രാബല്യത്തിലെത്തും. ലൈസൻസ് പ്രായം കുറയ്ക്കുന്ന ആദ്യത്തെ GCC രാജ്യം കൂടിയാണ് UAE എന്ന പ്രത്യേകത കൂടിയുണ്ട്. ട്രാഫിക് നിയമം കടുപ്പിച്ച സൗദിയും മുന്നോട്ട് പോവുകയാണ്. ട്രാഫിക് നിയമത്തിൽ പുതിയ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഇതുപ്രകാരം കാലഹരണപ്പെട്ട വാഹന രജിസ്ട്രേഷൻ ഉപയോഗിച്ച് റോഡുകളിൽ വാഹനം ഓടിക്കുന്നത് ഗതാഗത നിയമലംഘനമായി കണക്കാക്കും. ഈ ഭേദഗതി ഉൾപ്പെടുത്തിയാണ് നിലവിലെ ട്രാഫിക് നിയമം പരിഷ്കരിച്ചത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ റിയാദിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. ഇതോടെ ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷനും പുതുക്കുന്നത് വൈകിയാൽ ഓരോ വർഷത്തിനും 100 റിയാൽ പിഴ ഈടാക്കും. ഇതിനുള്ള പരമാവധി പിഴ 300 റിയാലായും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് കാലഹരണപ്പെട്ട തീയതി മുതൽ 60 ദിവസത്തിന് ശേഷമാണ് പിഴ ചുമത്തുക. ഇതിനു പുറമെ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ്, പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സഹകരിക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദം എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിനിമയ സഹകരണത്തിനുമായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുമായി സൗദി ജനറൽ ഓഫ് കോർട്ട് ഓഡിറ്റ് ഒപ്പുവെച്ച 2 ധാരണാപത്രങ്ങളും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരുന്നു. ശക്തമായ നിയമങ്ങളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. നിയമത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും സൗദി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. കഴിഞ്ഞ വർഷം നിയമം ലംഘിച്ചതിന്റെ പേരിൽ അനേകം പ്രവാസികളെ സൗദി അറേബ്യ നാട് കടത്തിയിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.